എല്ലാവർക്കും മല്ലു ഡീപ് ഡൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അനാമിക വിഷ്ണുവിനെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. വെറും 17-ാം വയസ്സിലാണ് അനാമിക പ്രഗ്നന്റ് ആയത് എന്നും കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിന് പൂർണ്ണ വളർച്ചയെത്തിയിട്ടുണ്ട് എന്നുമെല്ലാം ഡോക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് നൽകിയതോടെ കേസ് കൂടുതൽ ബലപ്പെട്ട് മുന്നോട്ടു പോകുകയാണ്. ഇതിനിടയ്ക്ക് അനാമികയ്ക്കും വിഷ്ണുവിനുമെതിരെ അനാഥാലയത്തിലെ അന്തേവാസികൾ ഫോൺ സംഭാഷണത്തിലൂടെ പോലീസിൽ മൊഴി നൽകിയിരുന്നു. ഇവർക്ക് തമ്മിൽ മുൻപേ പരിചയവും ബന്ധവും ഉണ്ടായിരുന്നു എന്നും അതുമൂലമാണ് വിവാഹത്തിലേക്ക് എത്തിയത് എന്നുമെല്ലാമാണ് അവർ നൽകിയ മൊഴി. എന്നാൽ അനാമിക നൽകിയ മൊഴി നേരെ തിരിച്ചായിരുന്നു. നവംബർ മാസത്തിലായിരുന്നു തന്റെ പിറന്നാൾ. അന്ന് വിഷ്ണുവുമായി പുറത്തുപോയിരുന്നു എന്നും അതുമൂലമാണ് ഇതെല്ലാം സംഭവിച്ചത്. അത് കഴിഞ്ഞു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് തങ്ങളുടെ 2 പേരുടെയും വിവാഹം കഴിഞ്ഞു എന്നുമെല്ലാം അനാമിക പറഞ്ഞു. എന്നാൽ ഒരു അനാഥാലയത്തിൽ താമസിക്കുന്ന ഒരു കുട്ടിയെ എങ്ങനെ അവിടത്തെ വാർഡന്റെ മകനുമായി വിവാഹം ചെയ്യാൻ കഴിയുമെന്നും ഇപ്പോൾ ഇങ്ങനെയെങ്കിൽ ഇതിനു മുൻപ് എത്ര കുട്ടികളെ ചൂഷണം ചെയ്തിട്ടുണ്ടാവുമെന്നെല്ലാമുള്ള നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും 18-ാം വയസ്സിൽ ഒരു കൈകുഞ്ഞിന്റെ അമ്മയായിരിക്കുകയാണ് അനാമിക. തന്റെ വിഷ്ണുവേട്ടനെ വെറുതെ വിടണമെന്നും പാവമാണെന്നും കൈകൂപ്പുന്നതും കാണാം. കേസുമായി ബന്ധപ്പെട്ട ഉദയ, ഗിരിജയും മകനും ഇപ്പോൾ ഒളിവിലാണ്. നിറയെ വെട്ടിപ്പും കള്ളവും അനാഥാലയത്തിന്റെ പിറകിൽ നടത്തിയിരുന്ന ഇവർ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നാണ് ജനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.